മഹാന്മാരാകുന്ന ബദരീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഹത്വം. ബദരീങ്ങളെ കുറിച്ച് നമ്മളൊക്കെ കേൾക്കുന്നവരാണ്, ബദരീങ്ങളെ കുറിച്ച് നമ്മളൊക്കെ പ്രസംഗിക്കുന്നവരാണ്. ബദരീങ്ങളെ കുറിച്ച് പരിശുദ്ധമായ റമദാനിന്റെ 17 നമ്മളൊക്കെ നിരന്തരം കേൾക്കാറുണ്ട്. എന്താണ് അസ്ഹാബുൽ ബദറിന് അല്ലാഹു ശ്രേഷ്ഠത നൽകിയത്? അല്ലാഹു മഹാന്മാരാകുന്ന ബദരീങ്ങൾക്ക് എന്ത് മഹത്വമാണ് നൽകിയത്? ബദരീങ്ങളുടെ മഹത്വം എന്നുള്ളത് മുസ്തഫ നബിയുടെ ദുആ ആയിരുന്നു. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അവിടുത്തെ പ്രാർത്ഥനയായിരുന്നു ബദരീങ്ങളുടെ വിജയം. ബദറിന്റെ രണാങ്കണത്തിലേക്ക്, പോരാട്ടത്തിന്റെ വീതിയിലേക്ക് മഹാന്മാരാകുന്ന ബദരീങ്ങൾ ഇറങ്ങുന്ന സമയത്ത് വെറും 313 വരുന്ന ബദരീങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, ആയിരക്കണക്കിന് വരുന്ന ശത്രുപക്ഷം മറുഭാഗത്ത് നിൽക്കുമ്പോ, നിരായുധരായ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ, സ്വഹാബത്തിന്റെ മുമ്പിൽ സർവായുധ സജ്ജരായ, സർവ ആയുധങ്ങളില്ല, സർവമല്ലന്മാരായ, ഒട്ടകങ്ങളുള്ള, കുതിരകളുള്ള, സർവാത്മാ സജ്ജമായ ഈ കാണുന്ന 313 ആളുകളെ ഞങ്ങൾ നിലം പരിശാക്കുമെന്ന അവരുടെ ഉറച്ച വെല്ലുവിളിയോടെ അവര് ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി ശത്രുക്കളോട് പോരാട്ടം നടത്തി. മഹാന്മാരാകുന്ന ബദരീങ്ങളുടെ ചരിത്രം നമുക്കറിയാം. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലാണ്, പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ടാണ് മഹാന്മാരാകുന്ന ബദരീങ്ങൾ ബദർ യുദ്ധത്തിനിറങ്ങുന്നത്. ഒട്ടിയ വയറും കട്ടിയുള്ള വാളും, പൊട്ടിയ വാളും കട്ടിയുള്ള മനസ്സുമായി രണാങ്കണത്തിലേക്ക് ഇറങ്ങുന്ന ബദരീങ്ങൾക്ക് അവർക്ക് ഊർജമായി ഉണ്ടായിരുന്നത് ഹബീബിന്റെ പ്രാർത്ഥനയായിരുന്നു, മുത്ത് റസൂലിന്റെ പ്രാർത്ഥനയായിരുന്നു. എന്താണ് റസൂലുള്ളാഹി തങ്ങളുടെ പ്രാർത്ഥന? ഹബീബായ റസൂലുള്ളാഹി തങ്ങള് ബദർ യുദ്ധം ഇങ്ങനെ നടക്കുന്ന സമയത്ത്, ബദറിന്റെ തലേ ദിവസം മുത്തുനബി ദുആ ചെയ്യുകയാണ്. സ്വഹാബത്തൊക്കെ നിദ്രയിലാണ്ടിരിക്കുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, നാളെ ഞങ്ങൾ ഈ യുദ്ധത്തിനിറങ്ങുന്ന സമയത്ത് നിന്റെ ഈ പക്ഷത്തിന് ഞങ്ങൾക്ക് പരാജയമാണ് ഉണ്ടാകുന്നതെങ്കിൽ നാളെ മുതൽ ഈ ദീന് പറയാൻ, നാളെ മുതൽ നിന്റെ ദീന് പറയാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് റബ്ബേ, നിനക്ക് സുജൂദ് ചെയ്യാൻ പിന്നെയും ഇവിടെ ഈ ഭൂമിയിൽ ആളുകൾ, മുഅ്മിനീങ്ങൾ ശേഷിക്കണമെങ്കിൽ റബ്ബേ, നിനക്ക് വിജയം ഞങ്ങൾക്ക് നൽകണേ എന്ന ഹബീബിന്റെ പ്രാർത്ഥനയായിരുന്നു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയ പത്നി ഫാത്തിമ ബീവിയുടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്റെ കരളിന്റെ കഷ്ണമെന്ന് വിശേഷിപ്പിച്ച ഫാത്തിമ ബീവിയുടെ ഭർത്താവായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ബദറിന്റെ പോരാട്ട ഭൂമിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ബദറിന്റെ പോരാട്ട ഭൂമിയിൽ ഇങ്ങനെ അതിശക്തമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന, ശത്രുക്കളോട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന, അങ്ങനെ വല്ലാത്ത ഒരു സാഹചര്യത്തിലിരിക്കുന്ന സമയത്ത്, ആ സമയത്താണ് യുദ്ധത്തിനിടയിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ അവിടുന്ന് താമസിച്ചിരുന്ന ടെന്റിലേക്ക് ഞാൻ കടന്നുപോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സുജൂദ് ചെയ്യുന്നുണ്ട്. യുക്കരിറു യാ ഹയ്യു യാ ഖയ്യൂം. പ്രവാചകൻ ഇങ്ങനെ യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം ഇങ്ങനെ പറഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് ഇങ്ങനെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈർഘ്യമായ സുജൂദ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീണ്ടും യുദ്ധമുഖത്തേക്ക് പോവുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും വന്നു, നബിയുടെ അടുത്തേക്ക് വന്നു. വീണ്ടും നബി അവിടുന്ന് സുജൂദ് ചെയ്യുകയാണ്. ഹബീബ് ഇങ്ങനെ പറയുന്നു, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞിങ്ങനെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും എങ്ങനെ യുദ്ധമുഖത്തേക്ക് പോകും. കുറച്ചു കഴിഞ്ഞാൽ മുത്തുനബിയുടെ അടുത്തേക്ക് വരും, പിന്നെയും പോകും, പിന്നെയും വരും. അങ്ങനെ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. അവസാനം മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്,
അവസാനം ഞാൻ എൻ്റെ ഹബീബിന്റെ അടുത്തേക്ക് കടന്നു വന്ന സമയത്ത് മഹാനായ ഹബീബുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സുജൂദ് നിർത്തിയിട്ടുണ്ട്, അവിടുത്തെ സുജൂദ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഹബീബിനെ കണ്ട് നേരെ ബദറിന്റെ പോരാട്ടത്തിനിടയിലേക്ക് ഞാൻ കടന്നു ചെന്നു. ആ സമയത്ത് ബദർ യുദ്ധം അവസാനിച്ചിട്ടുണ്ട്. ആ സമയത്ത് ബദർ യുദ്ധം അവസാനിച്ചിട്ടുണ്ട്. ശത്രുക്കൾ എല്ലാം ഓടിപ്പോയിട്ടുണ്ട്. ശത്രുക്കൾ എല്ലാം ഭയം ഓടിയിട്ടുണ്ട്. ആയിരക്കണക്കിന് വരുന്ന ശത്രു സമൂഹം, നിരായുധര ആയുധ സജ്ജമായി കടന്നു വന്ന ശത്രു സമൂഹം, എന്തുകൊണ്ടും മഹാന്മാരാക ബദരീങ്ങളാകുന്ന അള്ളാഹുവിന്റെ റസൂലിനെ തോൽപ്പിക്കുമെന്ന് ശപഥം ചെയ്തു വന്ന ആ പോരാട്ട വീതിയിലേക്ക് ഇറങ്ങിയ ശത്രുക്കളെ അവരെ പോരാട്ടത്തിൽ വിജയിപ്പിക്കാൻ പ്രേരിതമാക്കിയത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ആത്മാർത്ഥമായ ദുആ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളൊക്കെ ഇത്തരമായ ആത്മീയമായ മജ്‌ലിസിലൊക്കെ വരുന്നത് നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും പല ആളുകളും പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്, രോഗം അനുഭവിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, പ്രയാസമുണ്ട്, കുടുംബങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവർ, മാരകമായ രോഗങ്ങളില്ലാത്തവർ ഇന്ന് ഭൂമിയിൽ കുറവാണ്. കുറച്ചാളുകളെ ഉണ്ടാവുള്ളൂ. എല്ലാവരും പലവിധ അനവധി രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മുടെ കുടുംബങ്ങളിലുള്ളവർ. എന്നാൽ ഈ ആത്മീയമായ സദസ്സ് അതിനൊക്കെ ഒരു സമാശ്വാസമാണ്. നമ്മൾ ഈ മജ്‌ലിസിലിരിക്കുമ്പോ, നമ്മളിവിടെ മജ്‌ലിസുൻ നൂർ പാരായണം ചെയ്യുമ്പോ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്, നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ മനസ്സിനുള്ളിലുള്ള ഏറ്റവും വലിയ ദൃഢമായ ആഗ്രഹം എന്നുള്ളത് ഈ മജ്‌ലിസിലെ ആത്മാർത്ഥമായ ഈ അചഞ്ചലമായ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ദുആക്ക് ശക്തിയുണ്ട്. ദുആ ചെയ്താൽ അല്ലാഹു ഇജാബത്ത് നൽകുമെന്ന ഒരു ഉറച്ച വിശ്വാസമുള്ളവരാണ്, ഒരു ഉറച്ച തീരുമാനമുള്ളവരാണ് നമ്മളൊക്കെ. അല്ലാഹു നമ്മുടെ ദുആയെ സ്വീകരിക്കുമാറാവട്ടെ. പലപ്പോഴും നമ്മളൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാണ്. ഇന്ന് ഈ ഒരു സംസാരത്തെക്കാൾ നമ്മൾ ഇതിൻ്റെ പ്രാർത്ഥനയാണ് വളരെ പരീക്ഷ നൽകുന്നത്. ദുആ ചെയ്യുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ദുആ എന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര ദുആ ചെയ്യുന്നുണ്ട്, എത്രയോ പ്രയാസം അനുഭവിക്കുന്നുണ്ട് നമ്മൾ, എത്രയോ രോഗങ്ങൾക്ക് അടിമയാണ് നമ്മൾ, എത്രയോ പ്രയാസങ്ങൾ ദിനം ദിനം നമ്മുടെ കുടുംബങ്ങളിൽ അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മളത് നമ്മുടെ റബ്ബായ ഖാലിഖായ റബ്ബിനോട് പറയുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് തിരിച്ചറിയേണ്ട, നമ്മളൊരു വിലയിരുത്തൽ നടത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും നമുക്കൊക്കെ പല പ്രയാസങ്ങളും അനുഭവിക്കുക, പല രോഗങ്ങളും പല ബുദ്ധിമുട്ടുകളും നമുക്കൊക്കെ വരുമ്പോ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു പണി എന്താണ്? നമ്മളെല്ലാം മറ്റുള്ളവരോട് പറയും, നമ്മുടെ കൂടെയുള്ളവരോട് ഇല്ലായും വല്ലായൊക്കെ പറയും. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ മറ്റുള്ളവരോട് പറയും, എടാ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്, തലവേദനയാണ്, എനിക്കൊന്നിനും കഴിയുക, പഴയ പോലൊന്നും ഒന്നിനും കഴിയുന്നില്ല ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരോടൊക്കെ നമ്മുടെ ഇല്ലായും വല്ലായും പറയുക. പക്ഷേ നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ട് ഖാലിഖായ റബ്ബിനോട്, നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന റബ്ബിനോട് പറയാറില്ല എന്നുള്ളതാണ് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ റബ്ബിനോട് പറഞ്ഞാൽ, മനുഷ്യന്മാരോട് അവന്റെ പ്രയാസങ്ങൾ പറഞ്ഞ അവന്റെ ബറക്കത്ത് നഷ്ടപ്പെടും അത്രേ. മനുഷ്യന്മാരോട് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? കാരണം എന്താണ്? സൃഷ്ടി ഫഖീറാണ്, സൃഷ്ടാവ് അണിയാണ്. ഏത് സമ്പന്നനായ, ഏത് ധനികനായ ആൾക്കും സമ്പത്ത് നൽകുന്നത് അല്ലാഹുവാണ്. ഏത് രോഗിക്കും തന്റെ മുന്നിൽ വരുന്ന രോഗിയെ ശമിപ്പിക്കുവാനുള്ള ആ ഒരു ഖുവ്വത്ത് നൽകുന്നത്, ആ ഒരു ശക്തി നൽകുന്നത് ഖാലിഖായ റബ്ബാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയല്ലാതെ, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ
നമുക്കൊരു പരിഹാര മാർഗം നമ്മുടെ മുമ്പിലില്ല. നമുക്ക് മുമ്പിൽ അങ്ങനെ ഒരു പരിഹാര മാർഗമില്ല. ഞാനൊരു ചരിത്രം ഓർത്തു പോവുകയാണ്.